വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവെക്കാനുണ്ട്. ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർ കഴിഞ്ഞ 5 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരം അവസാനിപ്പിക്കാൻ ധാരണയായി എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം പി ജയരാജൻ അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 5 ദിവസമായി നടത്തിവന്ന സമരം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മിനിറ്റുകൾക്കകം തന്നെ അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. 1 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി അവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെ ഉറപ്പുകളാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം മാത്രമേ നമുക്ക് ലഭ്യമാകൂ. എന്തായാലും സമരം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. സമരം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. സമരം അവസാനിക്കുമെന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം പി ജയരാജനാണ് ഇതിന് നേതൃത്വം നൽകി. അദ്ദേഹം പ്രതികരിക്കാൻ വേണ്ടി, മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടി അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം തന്നെ കൃത്യമായി തന്നെ ഇതിന്റെ വിശദീകരണം നൽകി. എന്തായാലും കഴിഞ്ഞ 5 ദിവസമായി നടത്തി വന്ന സമരം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. സമരം അവസാനിപ്പിക്കാൻ ധാരണയായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം പി ജയരാജന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. എൻഡോസൾഫാൻ സമിതിയുടെ ഭാരവാഹികളുമായി കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രിയും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയും നടത്തിയ ചർച്ചയെ തുടർന്ന് കുറേയേറെ കാര്യങ്ങളിൽ തീരുമാനമുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം സംബന്ധിച്ചാണ് തീരുമാനം ഉണ്ടാകാതിരുന്നത്. 1905 പേരുടെ ഒരു ലിസ്റ്റ് 2017 മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബയോളജിക്കൽ പ്ലോസിബിൾ ലിസ്റ്റ് എന്ന മെഡിക്കൽ മേഖലയിൽ വിശേഷിപ്പിക്കുന്ന ആ ലിസ്റ്റ് അതിലുള്ള മുഴുവൻ ആളെയും ഉൾപ്പെടുത്തണമെന്നതായിരുന്നു സമരസമിതിയുടെ ആവശ്യം. മറ്റാവശ്യങ്ങളെല്ലാം അനുഭാവപൂർവം സർക്കാർ പരിഗണിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നേരത്തെ എടുത്ത തീരുമാനത്തിൻ്റെ തുടർച്ചയായി ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനം 2017 മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബയോളജിക്കൽ പ്ലോസിബിൾ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 1905 പേരിൽ അന്ന് 18 വയസ്സ് പ്രായമുണ്ടായിരുന്ന ആളുകളെ ഈ ലിസ്റ്റിൽ മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തി എൻഡോസൾഫാൻ ആനുകൂല്യം നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. അന്ന് മെഡിക്കൽ സംഘം ശുപാർശ ചെയ്തവരുടെ കാര്യത്തിൽ വീണ്ടും ഒരു മെഡിക്കൽ പരിശോധന ആവശ്യമില്ല. ജില്ലാ കലക്ടറെ ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി എടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നതാണ്. ഇതാണ് ഇന്ന് കൈക്കൊണ്ട തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരസമിതിയുടെ ആളുകൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കും. അവർ സമരം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി നടന്ന സമരം ആയിട്ടുണ്ട്. സമരം അവസാനിക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം മിനിറ്റുകൾക്കകം തന്നെ ഉണ്ടാകും. സമരസമിതി നേതാക്കളുണ്ട്. എന്നാൽ ഇവിടെ വെച്ചൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ അമ്മമാർ അവിടെ നിരാഹാരം കിടക്കുകയാണ്. അവരുമായി കൂടിയാലോചിച്ച് മാത്രമേ അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ കഴിയുകയുള്ളൂ. അത് ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ അവിടെ വെച്ചായിരിക്കും പ്രഖ്യാപിക്കുന്നത്. സമരപന്തൽ വെച്ച് സമരം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സമരസമിതി നേതാക്കൾ പറഞ്ഞത്. എന്തായാലും അവർ കൃത്യമായി തന്നെ ഒരു വാചകം പറയുന്നുണ്ട്. സമരം ഒത്തുതീർപ്പായിട്ടുണ്ട് എന്ന് അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ 5 ദിവസമായി എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിച്ചിരിക്കുന്നു. അത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ടതിന് ശേഷമാണ് സമരം അവസാനിപ്പിക്കാൻ ധാരണ ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു 1905 പേരെയാണ് ദുരിതബാധിതരായി കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ മുഴുവൻ പേരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അർഹമായ ആനുകൂല്യം നൽകണമെന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടതോടുകൂടി കഴിഞ്ഞ 5 ദിവസമായി നടത്തി വന്ന സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സമരസമിതി എടുത്തിരിക്കുന്നു. മറ്റു ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങളെല്ലാം നേരത്തെ തന്നെ റവന്യൂ മന്ത്രിയും ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായിരുന്നു. അതിന് പിന്നാലെ ചില ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. ആ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആ തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്തായാലും അവർ സമരസമിതി നേതാക്കൾ ഇപ്പോൾ സമരപന്തലിലേക്ക് മടങ്ങുകയാണ്. ആ സമരപന്തലിൽ എത്തി ഉടനെ തന്നെ അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, ഈ സമരം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ഒരു
ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു, അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു 1905 പേരെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അർഹമായ ആനുകൂല്യങ്ങൾ നൽകണം എന്നുള്ളത്. ആ ആനുകൂല്യം നൽകാൻ എന്ന അത്തരത്തിലുള്ള ധാരണ ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സമരസമിതി നേതാക്കൾ സമരപന്തലിലേക്ക് പോകുന്നത്. സമരപന്തലിൽ എത്തിയാൽ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സേഫ് തുടരുക. ഇപ്പോൾ സമരപന്തലിൽ നിന്ന് RB സനൂപ് കൂടി ചേരുകയാണ്. സനൂപ്, എൻഡോസൾഫാൻ ദുരിതബാധിതം നടത്തിവന്ന സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നു. മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നു. ചർച്ച നടത്തിയ സമര നേതാക്കൾ ഉടൻ തന്നെ സമരപന്തലിലേക്ക് എത്തുകയാണ്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥാ വിശദാംശങ്ങൾ? എൻഡോസൾഫാൻ ദുരിതബാധിതർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിക്കുന്നതായ തീരുമാനമുണ്ടായത്. അല്പസമയത്തിനകം തന്നെ സമരം അവസാനിപ്പിക്കുന്നതായുള്ള തീരുമാനം സമരസമിതി പ്രവർത്തകർ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. സമരപന്തലിൽ നിന്ന് RB സനൂപ് ഉണ്ട്. സനൂപ്, എന്താണ് അവിടുത്തെ ഒരവസ്ഥ? പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമോ? മുഖ്യമന്ത്രിയുമായിട്ട് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സമര നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഈ സമരപന്തലിലെത്തും. അതിനുശേഷം മാത്രം, ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. എന്തായാലും ചർച്ച വിജയകരമായി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം ഈ സമരപന്തലിൽ എത്തിയ ശേഷം മാത്രമേ ഇത് പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ദയാബായി അടക്കമുള്ളവർ ഈ നിരാഹാര സമരം കിടക്കുന്നുണ്ട്. അതിലൊരു തീരുമാനമുണ്ടാകുന്നത് ഇവർ ഈ സമരപന്തലിൽ എത്തിയതിനു ശേഷമായിരിക്കും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവർ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലത്തെ ഈ സങ്കടയാത്ര തന്നെയാണ് ഇന്നത്തെ ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി എടുത്ത സമരം തന്നെയാണ് ഇതിന് പ്രധാന കാരണമായിരിക്കുന്നത്. കാരണം കുട്ടികളടക്കമുള്ളവർ നിർത്തിക്കൊണ്ട് നടത്തിയ ഈ ഒരു സമരം വിജയം കണ്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ സമരം ആരംഭിച്ച വേളയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഈ സമരക്കാരുമായിട്ട് ചർച്ച നടത്താൻ തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി MV ജയരാജനുമായിട്ടായിരുന്നു ചർച്ച നടത്താൻ ശേഷം മുഖ്യമന്ത്രിയും കണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചർച്ച ഒരു പൂർണ്ണ വിജയമായിരുന്നു എന്ന് നമുക്ക് ഇനിയിപ്പോൾ അവർ ഈ സമരപന്തൽ സന്ദർശിച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സനൂപ്, ദയാബായി നേരത്തെ തന്നെ നിരാഹാര സമരം നടത്തി വന്നിരുന്നു. അതിപ്പോഴും തുടരുകയാണോ? എല്ലാ സമരവും ഒരുമിച്ചായിരിക്കുമോ അവസാനിപ്പിക്കുക? 5 ദിവസമായിട്ട് ഈ എൻഡോസൾഫാൻ സമരക്കാരോടൊപ്പം ദയാബായും നിരാഹാര സമരത്തിലാണ്. ഇന്ന് രാവിലെ പോലും നമ്മളോട് ദയാബായി പറഞ്ഞത് സർക്കാർ പറയുന്ന കാര്യം തനിക്കെന്തോ ഒരു സ്വാർത്ഥ താല്പര്യമുണ്ട്, ആ സ്വാർത്ഥ താല്പര്യം ഇക്കാര്യത്തിലുണ്ട് എന്നാണ്. പക്ഷേ അത്തരത്തിൽ ഒരു നീക്കം ഉണ്ട് എന്ന് മനസ്സിലായെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ ഇതിലൊരു അന്വേഷണം നടത്തുന്നില്ല എന്നാണ് ദയാബായി ചോദിച്ചത്. എന്തായാലും ഇപ്പോൾ കണ്ണീരോടുകൂടിയാണ് ദയാബായി ഈ നിരാഹാര സമരം തുടരുന്നത്. നിരാഹാര സമരം അവസാനിക്കുന്ന കാര്യം ഇനി സമരക്കാർ എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിലൊരു വ്യക്തത. എൻഡോസൾഫാൻ ദുരിതബാധിത സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം ഒത്തുതീർപ്പായിരിക്കുന്നു. അല്പസമയത്തിനകം ഇക്കാര്യത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സേഫ് സൈൻലാബ്ദിനും RB സനൂപുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുമായിട്ടും ജയരാജനുമായിട്ടും സമരം ഈ ചർച്ച നടത്തിയ സമര നേതാക്കളെല്ലാം തന്നെ ഈ സമരപന്തലിൽ എത്തിയിട്ടുണ്ട്. 5 പേരാണ് ഈ നേരത്തെ ചർച്ച നടത്തിയത്. അവരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം തന്നെ ഒരു തീരുമാനം ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവും. സമരം തുടരണോ വേണ്ടേ എന്നൊക്കെ 5 ദിവസമായിട്ട് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ എൻഡോസൾഫാൻ പീഡന ജനകീയ മുന്നണി സമരം നടത്തുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരമാണ്. കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് അമ്മമാരാണ് ഈ പട്ടിണി സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ സങ്കടയാത്ര അത് തന്നെയാണ് ഈ സമരത്തിന്റെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കുട്ടികളെ പോലും അണിനിരത്തിക്കൊണ്ട് നടത്തിയ ഒരു സമരമായിരുന്നു ഇന്ന് രാവിലെ നടന്നത്.
200 മീറ്ററോളം കുട്ടികളും ഈ സമരത്തിൽ അണിചേർന്നിരുന്നു. അത് തന്നെയാണ് മുഖ്യമന്ത്രിയെ കൂടി ഈ വിഷയത്തിൽ എത്രയും വേഗം ഇടപെടാൻ വേണ്ടി ഒരു തീരുമാനത്തിൽ എത്തിച്ചത്. ഈ സങ്കടയാത്രയ്ക്ക് ശേഷം ഈ അമ്മമാരും കുട്ടികളും ഈ സങ്കടയാത്ര തുടർന്ന് ക്ലിഫ് ഹൗസ് വരെ എത്തി അവിടെയും കുട്ടികളെ അണിനിരത്തിയതിനു ശേഷമാണ് ഇത് അവസാനിച്ചത്. എന്തായാലും ആ സമയത്ത് തന്നെ ഈ സങ്കടയാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി ഇവരുമായിട്ട് ചർച്ച നടത്താൻ തീരുമാനിക്കുകയും ഈ സങ്കടയാത്ര അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ നിന്ന് ഒരു പ്രതിനിധികളായിട്ട് 5 പേര് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ആദ്യം മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജുമായിട്ട് ചർച്ച നടത്തുകയും അതിലിപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഈ ഉടൻ തന്നെ ഈ സമരസമിതി നേതാക്കളെല്ലാം തന്നെ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. ഇപ്പോൾ ഈ എൻഡോസൾഫാൻ ജനകീയ സമരസമിതിയുടെ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. നമുക്ക് അതിലോട്ട് തത്സമയം സമരം വിജയകരമായിരുന്നോ? സമരം അവസാനിപ്പിക്കാൻ തീരുമാനത്തിലെത്തിയിട്ടുണ്ടോ? എൻഡോസൾഫാൻ സമരസമിതി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിക്കാൻ ധാരണയായിരിക്കുന്നു. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ സങ്കടയാത്രയ്ക്കൊടുവിലാണ് മുഖ്യമന്ത്രി സമരത്തിൽ ഇടപെടുകയും അവരുമായി ചർച്ച നടത്തുകയും ചെയ്തത്. ഈ ചർച്ചയ്ക്കിടെ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയായിരുന്നു. 2017 തയ്യാറാക്കിയ മെഡിക്കൽ ലിസ്റ്റ് പ്രകാരം എല്ലാവർക്കും എൻഡോസൾഫാൻ ആനുകൂല്യം നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നു. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ സമരസമിതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാകാൻ പ്രതീക്ഷിക്കുന്നു. ദുരിതബാധിതരായിട്ടുള്ള ആളുകളുടെ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ന് 5 ദിവസം സമരം 5 ദിവസം പിന്നിടുമ്പോൾ അന്ന് CM-ഉമായിട്ടുള്ള ചർച്ചയിൽ ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനമാണ് ഉണ്ടായത്. അതിരുകൾ ബാധകമാക്കാതെ തന്നെ 500ഓളം വരുന്ന കുട്ടികളെ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളെ ഒന്ന് പരിശോധിച്ച് ആവശ്യമായ അവരെ പെടുത്തേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്ന് പറഞ്ഞു. അതുപോലെ ഹർത്താൽ ദിനങ്ങളിൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയവർക്കും തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും വേണ്ടി വീണ്ടും മെഡിക്കൽ ക്യാമ്പ് നടത്താമെന്ന് അറിയിച്ചു. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ അടിയന്തരമായിട്ട് ഈ ഫെബ്രുവരിയിൽ തന്നെ 4ഓളം ബഡ്സ് സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ 90 ദിവസത്തിനുള്ളിൽ മറ്റ് ബഡ്സ് സ്കൂളുകളും കൂടി ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി വിധി അവ്യക്തതകൾ നീക്കി പരിഹരിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സന്തോഷം. എന്താ പറയേണ്ടതെന്നറിയില്ല. ഞങ്ങളുടെ കൂടെ നിന്ന തിരുവനന്തപുരത്തിൻ്റെ എല്ലാ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാവരുടെയും നല്ല മനസ്സിന് ഞങ്ങളുടെ ഒരുപാട് നന്ദി. സമരം ഞങ്ങൾ ഇവിടെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വാക്കുകളൊന്നുമില്ല. ഞാനിത് ഈ സമരം ചെയ്തവരുടെ കൂടെ ഒന്ന് കൂടിയതേ ഉള്ളൂ. ഈ കൂടെ നിന്നിട്ടുള്ള ഓരോ വ്യക്തികൾക്കും മാധ്യമപ്രവർത്തകർക്കും ഈ കുഞ്ഞുങ്ങളുടെ വേദനയും കഷ്ടപ്പാട് കണ്ട ഞങ്ങളോടൊത്ത് ഇത്രയും ഉത്സാഹത്തോടെ എല്ലാവർക്കും നന്ദി മാത്രം പറയുന്നു. അതുപോലെ സർക്കാരിനും ഇന്നലെ എനിക്കെതിരായിട്ട് ഒത്തിരിയൊക്കെ ചില മന്ത്രി പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിളിച്ചു. എനിക്ക് ഒരു സങ്കടവും പരാതിയുമില്ല. ഇതൊക്കെ ഈ സമരത്തിന് ഞാൻ കൊടുക്കുന്ന വിലയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. എല്ലാവർക്കും നന്ദിയും സ്നേഹവും. എൻഡോസൾഫാൻ സമരസമിതി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തി വന്ന സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. സമരസമിതി പ്രവർത്തകർ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു.